ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കൺഗ്രാറ്റ്സ്. കാരണം പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മുടെ ചാനൽ തന്നെ വീണ്ടും ചൂസ് ചെയ്തതിന് ഐ റിയലി അപ്രീഷിയേറ്റ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്ന നമ്മളെ ഇംഗ്ലീഷ് കോമൺ പേപ്പർ ഇല്ലേ, ലിറ്റ്മോസ്ഫിയർ, അതിന് സെക്കൻഡ് സെമ്മിലുള്ള ഒരു ഇംഗ്ലീഷ് കോമൺ പേപ്പർ തന്നെയാണ് റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ്. വളരെ നല്ലൊരു ബുക്കാണ്. നല്ല അടിപൊളി സ്റ്റോറീസും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരു ബുക്കാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഫാസ്റ്റ് ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന ചാപ്റ്റർ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. പി സായിനാഥ് എഴുതിയിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾ വളരെ അതിശയിപ്പിക്കുന്നതും നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. നമ്മുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ്. സാലിഹാൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പേരാണ്. ബ്രിട്ടീഷ് രാജിന് എതിരെയായിട്ട് സാലിഹാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ, ഒരു സംഭവം നടന്നപ്പോൾ ഉള്ളൊരു അതിമനോഹരമായൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ള പി സായിനാഥ് എന്ന ഇന്ത്യൻ ജേർണലിസ്റ്റിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കഥയെക്കുറിച്ച് ഒരു സ്റ്റോറി പോലെ നോക്കാം. പലകുമി സായിനാഥ് വാസ് ബോൺ ഇൻ 1957. അദ്ദേഹം ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റും ആയിരുന്നു. അതുപോലെ തന്നെ റൂറൽ ഇന്ത്യയിൽ അദ്ദേഹം പല റിപ്പോർട്ട്സുകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആളുകളുടെ വിശപ്പിനെ കുറിച്ചും റൂറൽ ഇന്ത്യയിൽ ആളുകൾ അനുഭവിക്കുന്ന പോവർട്ടിയെ കുറിച്ചും സ്ട്രഗിളിനെ കുറിച്ചും സ്ട്രക്ചറൽ ഇനിക്വാളിറ്റീസിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരുന്നതും പറഞ്ഞിരുന്നത്. മദ്രാസിലെ ഒരു തെലുഗു ഫാമിലിയിൽ ജനിച്ച അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന വി ഗിരിയുടെ ഗ്രാൻഡ് സൺ കൂടിയാണ്. സോ പാവപ്പെട്ട ആളുടെ വിശപ്പും അതുപോലെ തന്നെ അവർ അനുഭവിച്ചിരുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ഇനിക്വാലിറ്റീസിനെ കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്ന പി സായിനാഥിനെ എന്താണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിലൂടെ നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അത് പീപ്പിൾസ് ആർച്ചീവ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ആ ഒരു ആർട്ടിക്കിളിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു വെച്ചാൽ, ദേമതി ദേയ്സബർ, ഓൾസോ നോൺ ആസ് സാലിഹാൻ എന്ന ഒരു ആദിവാസിയെ കുറിച്ചുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് സ്റ്റോറിയെ കുറിച്ച് പറയാനാണ്, അത് ആളുകളിലേക്ക് എത്തിക്കാനായിരുന്നു അദ്ദേഹം ആ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നത്. സോ നമുക്ക് കൂടുതലൊന്നും കഥയെക്കുറിച്ച് പറയാതെ നേരെ നമ്മുടെ റിയൽ ലൈഫ് സ്റ്റോറിയിലേക്ക് കടക്കാം. ഷി വാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ് അലോങ് വിത്ത് അതർ ആദിവാസി വുമൺ വെൻ എ യങ്സ്റ്റർ ഫ്രം ദ വില്ലേജ് സാലിഹ came racing to them, yelling, "They are attacking the village. They have assaulted your father. They are torturing our homes." സോ നമ്മുടെ ആർട്ടിക്കിൾ എഴുതിയ പോലെ തന്നെ ആ കഥ നടക്കുന്ന സമയത്ത് ഷി വാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ് അലോങ് വിത്ത് അതർ ആദിവാസി വുമൺ. അതായത് നമ്മുടെ മെയിൻ കഥാപാത്രമായ സാലിഹ, ഓൾസോ നോൺ ആസ് ദേമതി ദേയ്സബർ, അവർ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരൊപ്പം? വിത്ത് അതർ ആദിവാസി വുമൺ. മറ്റുള്ള ആദിവാസി വുമണുമായിട്ട് അവരൊരു ഫീൽഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു യങ്സ്റ്റർ അവരുടെ വില്ലേജിൽ നിന്ന് ഓടി അവരുടെ അടുത്തേക്ക് വന്നത്. അവരുടെ വില്ലേജിന്റെ പേരും സാലിഹ എന്നാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേമതി ദേയ്സബർ എന്നാണ് ശരിക്കുമുള്ള നമ്മുടെ കഥാപാത്രത്തിന്റെ പേര്. അവർക്ക് അവരുടെ വില്ലേജിന്റെ പേരാണ് പിന്നീട് കിട്ടിയത്. അതായത് സാലിഹാൻ എന്നുള്ള പേര് അവർക്ക് കിട്ടിയത് അവരുടെ വില്ലേജിന്റെ പേരായ സാലിഹ എന്ന പേരിൽ നിന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ എവിടെയെന്ന് വെച്ചാൽ, നമ്മുടെ ദേമതി സാഹിബ മറ്റുള്ള ആദിവാസി സ്ത്രീകളുമായി ഫീൽഡിൽ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഒരു യങ്സ്റ്റർ ഓടിക്കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ദേ ആർ അറ്റാക്കിംഗ് ദ വില്ലേജ്. അവർ നമ്മുടെ വില്ലേജുകൾ അറ്റാക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവർ നിന്റെ അച്ഛനെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ വീടുകളെല്ലാം കത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് ഒരു യങ്സ്റ്റർ വരികയാണ്. They were armed British police who had cracked down on a village seen as defiant the Raj. Many other villages were razed, burned down, the grain looted. The rebels were being shown their place. ഓക്കെ, അപ്പൊ ഇവിടെ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ആംഡ് ബ്രിട്ടീഷ് പോലീസ്മെൻ ആണ്. അതായത് അവരാണ് നമ്മുടെ സാലിഹാന്റെ വില്ലേജിൽ വന്ന് അവരുടെ വീടുകൾ കത്തിക്കുകയും അതുപോലെ തന്നെ അവരുടെ അച്ഛനെ ഉപദ്രവിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ അവരുടെ വില്ലേജ് മാത്രമല്ല, അതുപോലെ തന്നെ മറ്റുള്ള വില്ലേജുകളും അവർ ഇതുപോലെ തന്നെ കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ദേമതി ദേയ്സബർ, an ആദിവാസി of the Sabar tribe, raced back to the Saliha with 40 other young women. My father was lying on the ground bleeding, says the aging freedom fighter. He had a bullet in his leg. So ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ സബർ എന്ന് പേരുള്ള ട്രൈബിലെ ഒരു ആദിവാസിയായ നമ്മുടെ ദേമതി ദേയ്സബർ, ഓൾസോ നോൺ ആസ് സാലിഹാൻ,
ഓടുകയാണ്, ഓടി തിരിച്ചു വരികയാണ് വിത്ത് 40 അതർ യങ് വുമൺ. അവരോടൊപ്പമുണ്ട് 40 അതുപോലെ തന്നെ ചെറുപ്രായക്കാരായ സ്ത്രീകൾ. ആൻഡ് അവർ വന്ന സമയത്ത് അവർ കണ്ട കാഴ്ചയാണ് പറയുന്നത്. അതായത് സാലിഹാന്റെ അച്ഛൻ നിലത്ത് രക്തം വാർന്നൊലിച്ച് കിടക്കുന്നതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ബുള്ളറ്റ് തറച്ചു കയറിയതും അവർ കാണുകയാണ്. That memory brings alive a mind otherwise failed. I lost my temper and attacked that officer with a gun. In those days, we all took lathis as we went to work in the fields or forests. You had to have something with you in case wild animals showed up. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ കാഴ്ച, അവരുടെ അച്ഛൻ നിലത്ത് ചോര ഒലിച്ച് കിടക്കുന്നത് കണ്ട ആ കാഴ്ച കാണുമ്പോൾ അവർക്ക് അവരുടെ ക്ഷമ നശിക്കുകയാണ്. അവർ ആ തോക്കുമായി നിൽക്കുന്ന ഓഫീസറിനെ അടിക്കുകയാണ്. എന്ത് വെച്ച്? അവരുടെ ലാത്തി വെച്ചും. അതായത് ഈ ആദിവാസി സ്ത്രീകൾ അവർ ഫോറസ്റ്റിലേക്കോ ഫീൽഡ്സിലേക്കോ പോകുമ്പോൾ ഒരു ലാത്തി അവരുടെ കയ്യിൽ സൂക്ഷിക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വൈൽഡ് ആനിമൽസ് എന്തെങ്കിലും അബദ്ധവശാൽ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അവർ ഈ ലാത്തി കൊണ്ടുപോകുന്നത്. സോ ഈ ലാത്തി വെച്ച് ആ ഗണ്ണുമായി നിൽക്കുന്ന ഓഫീസറിനെ ക്ഷമ തെറ്റിയ സാലിഹാൻ അടിക്കുകയാണ്. As she attacked the officer, the 40 other women with her turned their lathis on the rest of their raiding force. I chased the scoundrel down the street, she says, angry but also chuckling. Raining blows on him. He was too surprised to do anything else. He ran. She beat and chased the man around the village. She then picked up her father and took him away from the spot. He was arrested later, though while leading yet another agitation. Karthik Sabbar was a key organizer of anti-British meetings in the area. So, സ്വന്തം അച്ഛനെ വെടിവെച്ച് നിലത്ത് കിടക്കുന്ന കാഴ്ച കണ്ട് നമ്മുടെ സാലിഹാന്റെ ക്ഷമ നശിച്ച് അവർ ആ പോലീസുകാരനെ അടിക്കുകയാണ്. ഇത് കണ്ടു നിന്ന അവരുടെ ഒപ്പമുണ്ടായിരുന്ന 40 സ്ത്രീകളും അവരുടെ ലാത്തി എടുക്കുകയാണ്. എന്നിട്ട് ആ ഓഫീസറിന്റെ ഒപ്പമുണ്ടായിരുന്ന എല്ലാ റെയ്ഡിംഗ് ഫോഴ്സിനെയും അടിച്ച് തുരത്തുകയാണ്. അവർ ആ ക്രൂരരായ ഓഫീസേഴ്സിനെ അവരുടെ വില്ലേജിലൂടെ ഓടിച്ചു. ഓഫീസേഴ്സിന് ഒന്നും തന്നെ അവർക്കെതിരെ ചെയ്യാൻ സാധിച്ചില്ല. ക്രൂരന്മാരായ ഓഫീസേഴ്സിനെ എല്ലാം തുരത്തിവിട്ട ശേഷം അവർ അവരുടെ അച്ഛനെ ചെന്ന് രക്ഷിച്ചു. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തെ, അതായത് കാർത്തിക് സബർ എന്ന് പറയുന്ന സാലിഹാന്റെ അച്ഛനെ വീണ്ടും ബ്രിട്ടീഷ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്തു. കാരണം അദ്ദേഹമായിരുന്നു ആ ഏരിയയിൽ ആന്റി ബ്രിട്ടീഷ് മീറ്റിംഗ്സ് എല്ലാം നടത്തിയിരുന്ന ഒരു കീ ഓർഗനൈസർ. ദേമതി Sabbar is also known as Salihan after the village Naupata districts where she was born. A freedom fighter of Odisha celebrated for having taken on an armed British officer with a lathi. There is a fearlessness about her. Still, she does not believe though that she did anything extraordinary. She doesn't dwell on it anyway. They destroyed our homes, our crops, and they attacked my father. Of course, I would have fought her. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വില്ലേജിന്റെ പേരായ സാലിഹ എന്ന പേരിൽ നിന്നാണ് അവർ സാലിഹാൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. എല്ലാവരും അവരുടെ ഈ ധീരപ്രവൃത്തിയിൽ ആഘോഷിച്ചു. എന്നാൽ സാലിഹാന് ഇതൊന്നും ഒരു എക്സ്ട്രാ ഓർഡിനറി തിങ് ആയി തോന്നില്ല. കാരണം അവർ വിശ്വസിച്ചിരുന്നത് തൻ്റെ അച്ഛനെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ എന്തായാലും അത് തന്നെയല്ലേ ചെയ്യുക, അതൊരു എക്സ്ട്രാ ഓർഡിനറി തിങ് ഒന്നും ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അവർ ആ കാര്യത്തെക്കുറിച്ചൊന്നും ഇങ്ങനെ വീമ്പിളക്കി നടന്നിട്ടില്ല. The year was 1930 and she was around 16 years old. The Raj was cracking down on pro-independence meeting being held in the rebel region. Demadi's charge against the British and the police was a feature of what came to be known as the Saliha uprising and fire. Okay, നമ്മൾ പറഞ്ഞ പോലെ തന്നെ the year was 1930. അവർക്ക് അപ്പോൾ 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക്? നമ്മുടെ സാലിഹാൻ. സോ ഈ ഒരു ഇൻസിഡന്റ് നടന്ന കാലം, അതായത് ഈ ഒരു കാലത്തിന് സാലിഹ അപ്രൈസിംഗ് ആൻഡ് ഫയറിംഗ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. Demadi was closing in on 90 when I met her. There is still strength and beauty in her face, emaciated and fast losing her sight now, but probably beautiful, tall and strong when young. Her long arms, which still hint of hidden vigor, must have wielded a mean lathi. That officer must have had a rough time. He certainly had the right idea in running. So, നമ്മുടെ ഈ ആർട്ടിക്കിൾ എഴുതിയ പി സായിനാഥ് ആ സാലിഹ എന്ന് പറയുന്ന ധീര യുവതിയെ കാണുമ്പോൾ അവർക്ക് 90 ഇയേഴ്സ് 90 വയസ്സായിരുന്നു. ആൻഡ് അപ്പോഴും നമ്മുടെ പി സായിനാഥ് അവരെ കാണുമ്പോൾ അവരുടെ കണ്ണിൽ അവർ കരുത്തുള്ള സുന്ദരിയായിരുന്നു. കാഴ്ച ഇപ്പോൾ കുറച്ച് മങ്ങിയെങ്കിലും ഹെർ ലോങ് ആംസ്, അവരുടെ നീളമുള്ള കൈ, അതൊരു ലാത്തി പോലെ തന്നെയാണ്. ആ ഓഫീസർ ഓടിയത് നന്നായി എന്നാണ് പി സായിനാഥിന്, അതായത് നമ്മുടെ ആർട്ടിക്കിൾ എഴുതിയ റൈറ്ററിന് അവരെ കണ്ടപ്പോൾ ആദ്യം തന്നെ തോന്നിയത്. ഹെർ ഇൻക്രെഡിബിൾ കറേജ് അൺറിവാർഡഡ് and outside her village
largely forgotten. Salihan, when I saw her, was living in degrading poverty in Baga district. A multicolored official certificate authenticating her heroism was her only possession. That too spoke more of her father than of her, and did not record the counter-attacks she led. She had no pension, no assistance from either the state or the state of ഒഡീഷ. ഇത്രയും ധീരയുവതി, ഇത്രയും ധീരമായ പ്രവൃത്തികൾ ചെയ്തിട്ടും അവർ ഇപ്പോഴും പോവർട്ടിയിൽ, അതായത് ദാരിദ്ര്യത്തിലാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഏത് സെൻട്രൽ ഗവൺമെൻറ്റും അവർക്ക് ഇപ്പോഴും ഒരു സഹായം നൽകുന്നില്ല, അവർക്കൊരു പെൻഷനുമില്ല, അവരുടെ ധീരപ്രവൃത്തികൾക്ക് ആരും ഒരു റിവാർഡ് കൊടുത്തിട്ട് പോലുമില്ല. അവരിപ്പോഴും പോവർട്ടിയിലാണ് ജീവിച്ചിരിക്കുന്നത്. She struggled to remember. The one thing sparkling her mind was the story of her father, Karthik Sabar, being shot. When I brought that up, she spoke with an anger that had not abated, like it was happening right in front of her. It also rekindled other memories. സോ നമ്മുടെ കഥാകൃത്ത്, അതായത് പി സായിനാഥ് നമ്മുടെ സാലിഹാനോട് ചോദിക്കുകയാണ്. പണ്ടത്തെ ഓർമ്മകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കത് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് ഇന്നും അവരുടെ കൺമുമ്പിൽ നടന്ന പോലെ ഓർമ്മയുണ്ട്. അതായത് അവരുടെ അച്ഛനെ വെടിവെച്ച ആ നിമിഷം. ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മുടെ പി സായിനാഥ് കഥാകൃത്ത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണിൽ വീണ്ടും ആ ആങ്കർ വരികയാണ്, ആ ദേഷ്യം വരികയാണ്. ദാറ്റ് still does not fade. My elder sister Bande and Ganga Talan and Saga Toran, two other women of the tribe, they were two arrested. They were gone now. Father spent 2 years in Rajput. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച്, അതായത് അവരുടെ അച്ഛനെ വെടിവെച്ച ഇൻസിഡന്റ് മാത്രമാണ് അവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ ഓർമ്മയുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു മങ്ങിയ രൂപത്തിലുണ്ടെങ്കിലും അതാണ്, ആ ഒരു ഇൻസിഡന്റ് ആണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അത് ഓർത്തെടുക്കുന്ന സമയത്ത് അവർക്ക് അതോടൊപ്പമുള്ള പല മെമ്മറീസും അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അതായത് അവരുടെ എൽഡർ സിസ്റ്റർ ബായ്ദേൻ എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ തന്നെ മറ്റു ആ ട്രൈബിലുണ്ടായിരുന്ന 2 വുമണിനെ കുറിച്ചും അവരെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചും അതുപോലെ തന്നെ തന്റെ അച്ഛന് പിന്നീട് 2 വർഷം രാജ്പൂൽ ജയിൽ കിടക്കേണ്ടി വന്ന ഓർമ്മകളൊക്കെ അവർ റീകളക്ട് ചെയ്യുകയാണ്. Her region today is dominated by feudals who were collaborators of the Raj. They have benefited more from the freedom that Salihan and her kind fought for. Islands of wealth dot the ocean and deprivation here. So ഇത്രയൊക്കെ യാതനകൾ സഹിച്ചിട്ടും ഇത്രയൊക്കെ ധീരപ്രവൃത്തികൾ ചെയ്ത് അവർ നേടിയെടുത്ത അവരെ മണ്ണിൽ ഇപ്പോൾ നിൽക്കുന്നതും ഫ്യൂഡൽസ് ആണ്. അതായത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുമായി ബന്ധമുണ്ടായിരുന്ന ജന്മികളാണ് ഇപ്പോഴും അവരുടെ സ്ഥലം കീഴടക്കിയിരിക്കുന്നത് എന്ന് പി സായിനാഥ് ചിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ അവർക്കാണ്, ഈ ഫ്യൂഡൽസിനാണ് ഇവരുടെ ഈ സ്ട്രഗിൾ കൊണ്ടും യാതനകൾ കൊണ്ടും ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് പി സായിനാഥ് കണ്ടെത്തുകയാണ്. She gives us great smile, many great smiles, but she is tired. She struggles to recall the names of her 3 sons, Brishnu boy, Angur boy and Akura boy. She waves at us as we say goodbye and leave. Demadi Daisabar, Salihan is still smiling. So ഈ കഥകളെല്ലാം കേട്ട് നമ്മുടെ കഥാകൃത്തായ പി സായിനാഥ് സാലിഹാനിൽ നിന്ന് തിരിച്ചു മടങ്ങുകയാണ്. ആ സമയത്തും അവർ ചിരിച്ചുകൊണ്ടുള്ള മുഖത്തോടെയാണ് അവരെ പറഞ്ഞയക്കുന്നത്, യാത്രയാക്കുന്നത്. അതേ സമയത്ത് അവർ ഇപ്പോഴും സ്വന്തം മക്കളായ വിഷ്ണു ബോയിനെയും അങ്കൂർ ബോയിനെയും അക്കൂര ബോയിനെയും കുറച്ച് കഷ്ടപ്പെട്ടാണ് അവരുടെ പേരുകൾ തന്നെ ഓർമ്മിച്ചെടുക്കുന്നത്. എന്നിരുന്നാലും ദേമതി ദേസബർ, ഓൾസോ നോൺ ആസ് സാലിഹാൻ, ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു ചെറിയൊരു സ്ക്രിപ്റ്റ് എഴുതി കാണാൻ സാധിക്കും. അതായത് സാലിഹാൻ ഡൈഡ് എ ലിറ്റിൽ ഓവർ ഇയർ ആഫ്റ്റർ അവർ മീറ്റിംഗ് ഇൻ 2002. അതായത് നമ്മുടെ കഥാകൃത്തായ പി സായിനാഥ് അവരുടെ കണ്ടതിന് 1 വർഷത്തിന് ശേഷം നമ്മുടെ സാലിഹാൻ മരണപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ധീര യുവതിയായ ദേമതി ദേസബറിന് വേണ്ടി നമ്മുടെ കഥാകൃത്തായ പി സായിനാഥ് എഴുതിയിട്ടുള്ള ഒരു ചെറിയ അതിമനോഹരമായ ഒരു പോമാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. സോ നമുക്ക് നോക്കാം പി സായിനാഥ് സാലിഹാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു പോയം. They won't tell your story, Salihan, and I can see you making page 3. That's for the painted what no. The liposections, Lord. The rest for the captains of the industry. Prime times not for you, Salihan. It is, and this is funny, for those who murdered and made, who burn and who blade, and speak sanely then of harmony. So നമ്മുടെ കഥാകൃത്ത് പി സായിനാഥ് പറയുകയാണ്, അതായത് സാലിഹാൻ, നിന്റെ കഥ ആരും പറഞ്ഞു നടക്കില്ല. അതുപോലെ തന്നെ പേജ് 3, അതായത് മീഡിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂസ് പേപ്പറിലെ പേജ് 3 ഒക്കെ അന്നത്തെ കാലത്ത് സെലിബ്രിറ്റീസും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ ഫേമസ് ആയ കാര്യങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെയൊന്നും നിന്റെ സ്റ്റോറി കാണാൻ സാധ്യതയില്ല സാലിഹാൻ എന്ന് നമ്മുടെ കഥാകൃത്ത് പറയുകയാണ്. അവിടെ ആരുടെയൊക്കെയാണ് ഉണ്ടാവുക? കൊലപാതകളുടെയും അതുപോലെ തന്നെ കറക്റ്റ് പൊളിറ്റീഷ്യൻസിൻ്റെയും ഒക്കെ
കഥകളായിരിക്കും ഉണ്ടാവുക, നിന്റെ കഥകളൊന്നും അവിടെ ഉണ്ടാവില്ല. The Brits torched your village, Salihan. So many men carrying guns, they came by the train bringing terror and pain. അതുപോലെ തന്നെ നമ്മുടെ കഥാകൃത്ത് പറയുകയാണ്, വീണ്ടും സാലിഹാനെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ബ്രിട്ടീഷുകാർ അവരുടെ വില്ലേജിനെ കത്തിച്ചതും അതുപോലെ തന്നെ തോക്കുമായി ട്രെയിനിൽ കയറി വന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ഭയവും വേദനയുമായിരുന്നുവെന്ന്. Till sanity itself was undone, they burned all there was. Salihan, after looting the cash and the grain, brutes of the Raj, they led a violent charge. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആ വില്ലേജിനെ കത്തിച്ച് ചാമ്പലാക്കുകയാണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അവരുടെ ക്യാഷും അതുപോലെ തന്നെ ധാന്യങ്ങളുമെല്ലാം അവരിൽ നിന്ന് ലൂട്ട് ചെയ്തെടുത്തതിനെ കുറിച്ചും പറയുകയാണ്. But you faced them with the total disdain. You strode down the streets towards him. You faced that man with the gun. In Saliha, they still tell the story of the battle you fought and you won. പക്ഷെ നീ സാലിഹാൻ, നീ ഒരു ധീര യുവതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും നിന്റെ സാലിഹ എന്ന് പറയുന്ന വില്ലേജിൽ നിന്റെ സ്റ്റോറി അവർ ഇന്നും വാഴ്ത്തപ്പെടുന്നുണ്ട്. നീ അനുഭവിച്ച വേദനകളും നീ നടത്തിയ യുദ്ധങ്ങളും നിന്റെ വിജയങ്ങളും അവിടെ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് പറയുകയാണ്. Your kin lay bleeding around you. Your father, a bullet in his leg, still used to talk, drove those British to the war, for you went there to fight, not to beg. You struck the officer, Salihan. So വീണ്ടും നമ്മുടെ കഥാകൃത്തായ പി സായിനാഥ് പറയുകയാണ്, തൻ്റെ സ്വന്തം അച്ഛനെ വെടിവെച്ച് നിലത്തിട്ടപ്പോഴും അവർ ആ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനോട് അപേക്ഷിക്കാൻ പോയില്ല. പകരം നീ ഉറച്ചു നിന്നു, നിന്നെ വിശ്വസിച്ചു നിന്നു. നീ ആ ഓഫീസേഴ്സിനെ അടിച്ചോട്ടി സാലിഹാൻ എന്ന് സാലിഹാനോട് നമ്മുടെ കഥാകൃത്ത് ഓർമ്മിപ്പിക്കുകയാണ്. And trashed him before he could move. When he finally did, he limped and he did, seeking refuge from a 16-year-old you. അതായത് നമ്മൾ പറഞ്ഞ ആ സംഭവം, ആ ഇൻസിഡൻറ്റ് നടന്നപ്പോൾ നമ്മുടെ സാലിഹാന് എത്ര വയസ്സുള്ളൂ? വെറും 16 വയസ്സായിരുന്നുള്ളൂ. ആ സമയത്താണ് അവർ ആ ഓഫീസേഴ്സിനെ അടിച്ചു തുരത്തിയത്. ആൻഡ് ആ അടിച്ചു തുരത്തപ്പെട്ട ഓഫീസേഴ്സ് മുടന്തിയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്, വെറും 16 വയസ്സുള്ള നിന്നിൽ നിന്ന്. 40 girls against the Raj, Salihan, and strong and beautiful too. Now you are strong and you are grey. Your body withers away, but there's a spark in those eyes that's still you. So നമ്മൾ പറഞ്ഞ പോലെ തന്നെ ധീരയായ നമ്മുടെ സാലിഹാൻ ആ ഓഫീസേഴ്സിനെതിരെ മുന്നിട്ടിറങ്ങിയപ്പോൾ അവരുടെ പിന്നിലുണ്ടായിരുന്ന 40 പേർക്കും അതൊരു പ്രചോദനമായിട്ടാണ് മാറിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ പി സായിനാഥ് സാലിഹാനെ കാണുമ്പോൾ അവർ നിരച്ചിരിക്കുകയാണ്. അതായത് അവർക്ക് 90 years ഉള്ളപ്പോഴാണ് പി സായിനാഥ് അവരെ കാണാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഇത്ര വയസ്സായിട്ടും അവരുടെ ബോഡിയെല്ലാം ക്ഷീണിച്ചിരുന്നത് പോലെ തോന്നിയിട്ടും ഇപ്പോഴും അവരെ കാണാൻ സ്ട്രോങ്ങും ബ്യൂട്ടിഫുള്ളുമാണ്. അതുപോലെ തന്നെ അവരുടെ കണ്ണിൽ ഇപ്പോഴും ആ പണ്ടത്തെ സ്പാർക്ക് ഇരിക്കുന്നത് പി സായിനാഥിനെ കാണാൻ സാധിക്കുകയാണ്. Those who died the Raj, Salihan, they rule your poor village today. അതായത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുമായി കൊളാബറേറ്റ് ചെയ്തിരുന്ന ജന്മികളാണ് ഇപ്പോഴും നിന്റെ വില്ലേജ് കീഴടക്കിയിരിക്കുന്നതെന്ന് സാലിഹാനോട് നമ്മുടെ കഥാകൃത്ത് പറയുകയാണ്. And build temples of stone, but they will never atone for battering your freedoms away. You die as you live, Salihan, hungry with little to eat. അവര് നിന്റെ പ്രവൃത്തി കാരണം ഇപ്പോൾ മണിമാളികളെല്ലാം കെട്ടിപ്പടുക്കി സുഖമായി ജീവിക്കുകയാണ്. എന്നാൽ നീ ഇപ്പോഴും വിശന്ന് ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. In history's shades, your memory it fades like Rajpul jail's roster sheet. Had I but your heart, Salihan, what success would I then not see? Though the battle itself was not for yourself, but that others might also be free. Our children should know you, Salihan. ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റോറി മറന്നേക്കാം, അത് വെറും ഒരു ഹിസ്റ്ററിയിലെ താള് മാത്രമായി മാറിയേക്കാം. പക്ഷേ നിന്റെ ഹൃദയം, അതാണ് സാലിഹാൻ നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. അതാണ് നമ്മുടെ കുട്ടികൾ കണ്ടുപഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികളും നിന്നെ കുറിച്ച് അറിയണമെന്ന്. But what is your claim to fame? No ram did you glide, no crown wear with pride, nor lend Pepsi and Coke your name. Do speak to me, Salihan, for endless an hour as you please. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയെല്ലാം ത്യജിച്ചിട്ടും എന്തിനായിരുന്നു അത്? പ്രശംസയ്ക്ക് വേണ്ടിയല്ല. ഒരു ക്രൗണും നീ ധരിച്ചിട്ടില്ല, ഒരു പെപ്സിയുടെയും കോളുടെയും പരസ്യത്തിൽ നീ വന്നിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം ചെയ്യുന്നത് പോലെ അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർ അഹങ്കരിച്ചിട്ടില്ല. ഒരു നേട്ടങ്ങളും നിനക്ക് ലഭിച്ചിട്ടില്ല. This hack when we part wants to write off your heart, not romance Indians captains of sleeves. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ ഹൃദയത്തെക്കുറിച്ച് എഴുതാൻ തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ ഇന്ത്യയിലുള്ള മറ്റ് ഡിസ്ഹോണസ്റ്റ് ആയ പീപ്പിളിനെ കുറിച്ചല്ല, നിന്റെ പ്യൂറായ ഹേർട്ടിനെ കുറിച്ച് എഴുതാൻ തോന്നുന്നത് നിന്റെ ഈ പ്രവൃത്തി കൊണ്ടാണെന്ന് പി സായിനാഥ് നമ്മളോട് പറയുകയാണ്.
സോ ദിസ് ഇസ് ഇറ്റ് ഫ്രണ്ട്സ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണെന്ന്. അതായത് ഈ ഒരു വ്യക്തി പി സായിനാഥ് സാലിഹാന്റെ ഈ സ്റ്റോറിയെക്കുറിച്ച് അന്ന് എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളും ഈ സ്റ്റോറി കേൾക്കില്ലായിരുന്നു. ആൻഡ് ഇതുപോലെ തന്നെ പല കേൾക്കാതെ പോയ കഥകളും നമുക്ക് പിന്നിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് കടക്കാം. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അത് ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു പേടിയും പേടിക്കണം. കാരണം നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും ആൻഡ് നമ്മുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ഏകദേശം സെയിം ആയിരിക്കും. അതായത് നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നമുക്ക് ഈ എല്ലാ ആൻസേഴ്സും ഈസിയായി ആൻസർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ദേമതി ദേസബർ കോൾഡ് സാലിഹാൻ? എന്തുകൊണ്ടാണ് ദേമതി ദേസബറിനെ സാലിഹാൻ എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം അല്ലെ, അവരുടെ വില്ലേജിന്റെ പേര് എന്തായിരുന്നു? സാലിഹ എന്ന പേരായിരുന്നു. അപ്പോൾ ആ വില്ലേജിൽ നിന്ന് അറിയപ്പെട്ടു വന്ന സ്ത്രീ എന്ന പേരിൽ നിന്നാണ് അവർക്ക് സാലിഹാൻ എന്ന പേര് വന്നിട്ടുള്ളത് അല്ലെ. സോ ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നമുക്ക് ഈസിയായി ആൻസർ ചെയ്യാവുന്നതാണ് കേട്ടോ. സെക്കൻഡ് വൺ നമുക്ക് വേണമെങ്കിൽ നോക്കാം. വാട്ട് മെയ്ഡ് ദേമതി ദേസബർ ലൂസ് ഹെർ ടെമ്പർ? എന്താണ് ദേമതി ദേസബറിനെ അക്ഷമയാക്കിയത്? എന്താണ് അവളെ കൺട്രോൾ തെറ്റിച്ചത്? എന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് പറയും. അതെ, എന്താ? സിമ്പിൾ അല്ലേ? സ്വന്തം അച്ഛനെ വെടിവെച്ച് നിലത്തിട്ട് അവരുടെ കാലിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നത് കണ്ടാണ് നമ്മുടെ സാലിഹാന്റെ ടെമ്പർ തെറ്റിയത് അല്ലേ. സോ ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ വുമൺ ടേക്ക് ലാത്തീസ് ആസ് ദേ വെന്റ് ടു വർക്ക് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ഫോറസ്റ്റ്? എന്തിനാണ് ആ സ്ത്രീകൾ ലാത്തി അവർ പാടത്തും കാട്ടിലേക്കും ഒക്കെ വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോയിരുന്നതെന്ന് ചോദിക്കുകയാണ്. എന്തിനാണ്? നമുക്കറിയാം അല്ലെ, എന്തെങ്കിലും അബദ്ധവശാൽ വൈൽഡ് ആനിമൽസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഉപയോഗിക്കാനാണ് അവർ ലാത്തി കൊണ്ടുവരുന്നത് അല്ലെ. ഇത് നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞതാണ് അതല്ലേ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് പേജ് 3 ഓഫ് എ ന്യൂസ് പേപ്പർ? എന്താണ് പേജ് 3? ന്യൂസ് പേപ്പറിലെ പേജ് 3 എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ എന്താണ് ഉണ്ടായിരിക്കുക? ഫേമസ് പീപ്പിളിനെ കുറിച്ച്, സെലിബ്രിറ്റീസിനെ കുറിച്ച്, പൊളിറ്റീഷ്യൻസിനെ കുറിച്ച്, അവരുടെ സ്റ്റോറിയെ കുറിച്ച്, അല്ലെങ്കിൽ ക്രൈം, മർഡർ, അതിനെക്കുറിച്ച് മാത്രമേ പേജ് 3 വരികയുള്ളൂ. ഫേമസ് ആയ കാര്യങ്ങൾ മാത്രമേ പേജ് 3 വരികയുള്ളൂ. നിന്റെ സ്റ്റോറി, സാലിഹാൻ എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീയുടെ സ്റ്റോറിയൊന്നും അവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്താണ് പേജ് 3? അത് നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ഈസിയായി തന്നെ ആൻസർ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നമുക്ക് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷിൽ നല്ല മാർക്കോടെ തന്നെ പാസ് ആവാം കേട്ടോ. സോ നിങ്ങൾ ഈ ക്ലാസിന്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സോ എല്ലാവർക്കും ഒപ്പം തന്നെ പഠിച്ചു മുന്നേറാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.